നമസ്കാരം. റിയൽ ന്യൂസ്. ഉള്ളിയേരി സർവീസ് സഹകരണ ബാങ്കിന്റെ 50-ാം വാർഷികാഘോഷമായ ആകാശമിഠായി 2025 ഭാഗമായി ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിലെ പെൻഷനേഴ്സ് സംഗമം സംഘടിപ്പിച്ചു. കെടാവിളക്ക് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പ്രൊഫസർ പി.കെ. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സമ്പത്തിന്റെ ശാസ്ത്രീയമായ വിതരണം അനിവാര്യമാണെന്നും പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് അനിവാര്യമാണെന്നും 3 നേരവും സമീകൃതാഹാരം ഉറപ്പുവരുത്തുകയും വ്യായാമവും ഉണ്ടെങ്കിൽ നിരവധി രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. 2 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ പഞ്ചായത്തിലെ 500ഓളം വരുന്ന പെൻഷനേഴ്സ് പങ്കെടുത്തു. എല്ലാവർക്കും ബാങ്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ഉള്ളിയേരി സർവീസ് സഹകരണ ബാങ്കിന്റെ 50-ാം വാർഷികാഘോഷമായ ആകാശമിഠായി 2025 ഭാഗമായാണ് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിലെ പെൻഷനേഴ്സിനെ ചേർത്ത് സംഗമം സംഘടിപ്പിച്ചത്. കെടാവിളക്ക് എന്ന പേരിലായിരുന്നു പരിപാടി. ബാങ്ക് സെക്രട്ടറി മോൺസി വർഗീസ് ആമുഖ ഭാഷണം നടത്തി. ഈ ആകാശമിഠായി എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം എന്ന നോവലിലെ 2 കഥാപാത്രങ്ങൾ, അതായത് കേശു നായരും സാറാമയും, 2 മതവിഭാഗത്തിലുള്ള ആളുകൾ, അവർക്ക് കുട്ടികളുണ്ടാകുകയും ആ കുട്ടിക്ക് ഒരുപാട് പേരുകൾ നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനം അവർ കണ്ടെത്തുന്ന പേരുകളാണ് മിഠായി, ആകാശം, പലതും വിളിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും അവസാനം ഒരു അവസാനത്തേക്ക് ഒരു പേര് നിർദ്ദേശിക്കുന്നത് ഒരു ആകാശം മിഠായി എന്നുള്ളൊരു പേരാണ്. അതായത് ഞങ്ങളത് മനസ്സിൽ കണ്ടത് സഹകരണത്തിന് ഒരു മതമില്ല, രാഷ്ട്രീയമില്ല, കളറില്ല. അതാണ് ആകാശമിഠായി എന്നൊരു വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ 50-ാം വാർഷികവുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ഒരുപാട് ചടങ്ങുകൾ, ഒരുപാട് പ്രോഗ്രാമുകൾ ഇനിയും നടത്താനുണ്ട്. കാരണം നമ്മുടെ സഹകാരികളുടെ ഒരു സംഗമം, അതോടൊപ്പം തന്നെ കുടുംബശ്രീ അംഗങ്ങളുടെ സംഗമം, സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു സംഗമം പ്രത്യേകിച്ച്, അതോടൊപ്പം നമ്മുടെ ഏറ്റവും അവസാനം നമ്മുടെ ഒരു മെഗാ പ്രോഗ്രാം, അതായത് 8-ാം മാസത്തിൽ ഏകദേശം 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ആണ് നമ്മൾ ഏകദേശം ഒരു 3 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ട് നമ്മളത് ഇപ്പോൾ വിജയിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു വിജയം തന്നെയാണ്. കാരണം ഇത്രയും ആളുകൾ നമ്മുടെ ഈ ഒരു പരിപാടികൾക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിജയം തന്നെയാണ്. പരിപാടി പ്രൊഫസർ പി.കെ. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സമ്പത്തിന്റെ ശാസ്ത്രീയമായ വിതരണം അനിവാര്യമാണെന്നും പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് 3 നേരവും സമീകൃതാഹാരം ഉറപ്പുവരുത്തുകയും വേണമെന്നും വ്യായാമത്തിലൂടെ നിരവധി രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യം ഇൻഡിവിജ്വൽ ഹെൽത്ത്, അല്ലെങ്കിൽ വ്യക്തികളുടെ ആരോഗ്യത്തെ പറ്റി പറഞ്ഞുകൊണ്ട് അതിൻ്റെ സാമൂഹ്യ വശങ്ങൾ എന്തൊക്കെയാണെന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ കൂടുതൽ സമയമെടുക്കുക. കാരണം വെച്ചാൽ നമ്മൾക്ക് മാത്രമായിട്ട് ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു കുടുംബത്തിന് മാത്രം പോലും പറ്റില്ല. അതിൻ്റെ ചുറ്റുപാടുള്ളവർക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് പോലും ആരോഗ്യം നിലനിർത്താൻ പറ്റും. ആരോഗ്യത്തിൻ്റെ ആ സാമൂഹ്യ വശങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ആരോഗ്യം നേടാനും നിലനിർത്താനും സാധിക്കില്ല. എന്നെ ഈ ബാങ്കിൻ്റെ നല്ല പ്രവർത്തനത്തെ പറ്റിയൊക്കെ വിശദീകരിക്കുന്നത് കേട്ടു. ബാങ്കിൻ്റെ എല്ലാ ആശംസകളും അതോടൊപ്പം ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പറയട്ടെ. എന്നെ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. അതോടൊപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആരോഗ്യം എന്ന സങ്കല്പം എന്താണെന്നും അതിൻ്റെ സാമൂഹ്യ ബന്ധങ്ങൾ എന്താണെന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് വി.കെ. വിജയൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഇപ്പോൾ ഭരണസമിതി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാനുള്ളത് നിക്ഷേപകരുടെയും, കാരണം അതാണല്ലോ ഇപ്പോൾ ഉള്ള ഒരു വിഷയം, നമ്മളുടെ പ്രാഥമിക സഹകരണ സംഘങ്ങളൊക്കെ തന്നെ നിയമവിധേയമല്ലാതെ പ്രവർത്തിക്കുകയും നിക്ഷേപങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഒറ്റപ്പെട്ട രീതിയിൽ കേരളത്തിൽ നിന്ന് കണ്ടുവരുന്നുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിക്ഷേപകരുടെയും അതേപോലെ തന്നെ വായ്പക്കാരുടെയും പൂർണ്ണമായ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടാണ് ഉള്ളിയേരി സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ളത് വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ പഞ്ചായത്തിലെ 500ഓളം വരുന്ന പെൻഷനേഴ്സ് പങ്കെടുത്തു. ബാങ്ക് ഡയറക്ടർ ദിവാകരൻ ഉള്ളിയേരി, ബാബുരാജ് കുന്നത്ര, ഷനീത സോപാനം തുടങ്ങിയവർ സംസാരിച്ചു. പങ്കെടുത്ത എല്ലാവർക്കും ബാങ്ക് വക ഉപഹാരങ്ങളും വിതരണം ചെയ്തു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.